ലോകത്തിന് തന്നെ മാതൃകയായ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥിതിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഒരു സംവിധാനമാണ്. അത്രമേൽ സുതാര്യമായി കാര്യക്ഷമമായി 1952 മുതലുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പുകളും നടത്തിയിട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാലത്ത് ഒരു സ്വാധീന ശക്തിക്കും വഴങ്ങാതിരുന്ന ഒരു സംവിധാനമാണ് ഇന്ന് കെടുകാര്യസ്ഥതയുടെ കൂത്തരങ്ങായിരിക്കുന്നത്. ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് എന്നും തലവേദനയായിരുന്ന ആ സംവിധാനം ഇന്ന് ഭരണ പാർട്ടിയുടെ കയ്യിലെ കളിപ്പാവയാണോ എന്ന് സാധാരണ ജനങ്ങൾ സമീപകാല സംഭവങ്ങളെ അടിസ്ഥാനമാക്കി സംശയിച്ചാൽ ആർക്കും തെറ്റൊന്നും പറയാനൊക്കില്ല. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ ഇന്ത്യൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വാർത്തെടുക്കുന്നതിൽ 3.5 പതിറ്റാണ്ട് മുൻപ് ഒരു മനുഷ്യൻ നടത്തിയ ഇടപെടലുകൾ അത്ര പെട്ടെന്നൊന്നും മറക്കാനാകില്ല. 35 വർഷം മുൻപ് വരെ, അതായത് കൃത്യമായി പറഞ്ഞാൽ 1990 വരെ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന പ്രസ്ഥാനം അത്രയധികം കേട്ടുകേൾവി ഇല്ലാതിരുന്നതാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിരുന്ന, കയ്യൂക്കും കള്ളപ്പണവുമുള്ളവൻ തെരഞ്ഞെടുപ്പ് വിജയിയെ നിശ്ചയിച്ചിരുന്ന കാലം. ആ ഇടയ്ക്കാണ് മുഖ്യ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി പാലക്കാട്ടുകാരനായ TN ശേഷൻ എന്ന തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ എത്തുന്നത്. അന്നുവരെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളെയെല്ലാം മാറ്റിമറിക്കുന്നതായിരുന്നു ശേഷന്റെ പ്രവർത്തനങ്ങൾ. തെരഞ്ഞെടുപ്പ് നടത്തുന്നതിലും മറ്റും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്രയധികം അധികാരങ്ങളുണ്ട് എന്ന് സാധാരണക്കാർ മനസ്സിലാക്കിയത് അന്നായിരുന്നു. രാജ്യ ചരിത്രത്തിലാദ്യമായി വോട്ടെടുപ്പിന് വോട്ടർ തിരിച്ചറിയൽ കാർഡ് നടപ്പിലാക്കി വ്യാജ വോട്ടുകൾക്ക് തടയിട്ട കമ്മീഷൻ, പെരുമാറ്റച്ചട്ടത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത കർശന നിലപാടുകാരൻ, ഭരണത്തിന്റെ അധികാരം ഉപയോഗിച്ചുള്ള ഒരു വിദ്യകളും പ്രോത്സാഹിപ്പിക്കാതിരുന്ന ശേഷൻ ഭരിക്കുന്ന പാർട്ടിയുടെയും സർക്കാരിന്റെയും കണ്ണിലെ കരടായി. ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കാതെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താനാകില്ല എന്ന് കർശന നിലപാടെടുത്ത ശേഷൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥിതിയെ അടിമുടി ഉഴുതുമറിച്ചു. TN ശേഷന് മുൻപും പിൻപും പലരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുണ്ട് എങ്കിലും TN ശേഷനോളം ജനസമ്മതി നേടിയ മറ്റൊരു കമ്മീഷണർ ഉണ്ടായിട്ടില്ല. 1990 ഡിസംബർ 12-ന് S. ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ശേഷനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുന്നത്. കമ്മീഷണറായി നിയമിക്കപ്പെട്ട ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ശേഷൻ തനി നിറം കാട്ടി. തെരഞ്ഞെടുപ്പ് ചെലവിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെ 1488 സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കിക്കൊണ്ടായിരുന്നു ശേഷൻ വരവറിയിച്ചത്. അതിനുശേഷം താൻ അധികാര സ്ഥാനത്തിരുന്ന 1996 ഡിസംബർ 11 വരെയുള്ള 6 വർഷക്കാലവും അദ്ദേഹം രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ കണ്ണിലെ കരടായിരുന്നു. കർക്കശവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാടുകളും മുഖം നോക്കാതെയുള്ള നടപടികളും പരമോന്നത നീതിപീഠം അധികാരപരിധി നിശ്ചയിച്ചിട്ട് പോലും പിന്നാക്കം പോകാത്ത നിലപാടിലെ ഉറപ്പും തന്നെയാണല്ലോ ചരിത്രത്തിലാദ്യമായി തമിഴ്നാട്ടിലും കർണാടകയിലും ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ടായ സർക്കാർ ഉദ്യോഗസ്ഥനായി ശേഷനെ മാറ്റിയത്. 6 വർഷത്തെ തന്റെ സർവീസ് കാലയളവിനിടയിൽ വിപ്ലവമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരുപിടി പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു ശേഷൻ. അദ്ദേഹം നടപ്പാക്കിയ ചില പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയണ്ടേ? വോട്ടർമാർക്ക് തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തി, പെരുമാറ്റച്ചട്ടം കർശനമാക്കി, സ്ഥാനാർത്ഥികളുടെ ചെലവുകൾക്ക് പരിധി നിശ്ചയിച്ചു, തെരഞ്ഞെടുപ്പ് വേളയിൽ മദ്യവിൽപ്പന വിലക്കി, പണവിതരണം തടഞ്ഞു, ഉച്ചഭാഷിണികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വോട്ട് ചോദിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി, ജാതി മതസ്ഥാപനങ്ങൾ പ്രചാരണത്തിൽ ഇടപെടുന്നതിന് വിലക്കേർപ്പെടുത്തിയതും ശേഷനായിരുന്നു. സർക്കാർ സംവിധാനങ്ങളുടെ ദുരുപയോഗം തടഞ്ഞും തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബാഹ്യ ഇടപെടലുകളിൽ നിന്ന് മുക്തമാക്കിയും ജനങ്ങളുടെ കയ്യടി നേടിയ കമ്മീഷണറായിരുന്നു അദ്ദേഹം. അന്നത്തെ അദ്ദേഹത്തിന്റെ പരിഷ്കരണങ്ങളിൽ നിന്ന് ഇന്നത്തെ കമ്മീഷനിലേക്കുള്ള ദൂരം അളന്നു നോക്കിയിട്ടുണ്ടോ? ഇന്ന് ഭരിക്കുന്നവരുടെ കയ്യിലെ ചട്ടുകമായെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നിടത്തേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത്. സമീപകാലത്ത് രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ, അതിനു പിന്നാലെ തൃശൂരിൽ നിന്ന് പുറത്തുവന്ന കള്ളവോട്ടുകളുടെ കൂമ്പാരം, BJPയുടെ ഏജന്റായെന്ന കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം, ഇതെല്ലാം കൂടി ശേഷൻ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് രാജ്യത്തെ സാധാരണ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെ നിയമിക്കേണ്ടത് കമ്മീഷനാണ് എന്ന് ശഠിച്ചും തെരഞ്ഞെടുപ്പ് ജോലിക്ക് വിസമ്മതിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുത്തും വാർത്ത സൃഷ്ടിച്ച ശേഷൻ അധികാര ഉദ്യോഗസ്ഥ വർഗത്തിന് എന്നും തലവേദനയായി. TN ശേഷനെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യമുയർന്നു. പാർലമെന്റ് സമ്മേളനം വിളിച്ചുവെങ്കിലും ഒടുവിൽ കോൺഗ്രസ് പിൻവാങ്ങിയതിനാൽ അതിന് നടക്കാതെ പോയി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായ പദവി വേണമെന്നാവശ്യപ്പെട്ട് TN ശേഷൻ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചതും വലിയ വിവാദമായിരുന്നു.
ഇനി എന്തായിരുന്നു ശേഷന്റെ വ്യക്തിജീവിതം എന്നറിയണ്ടേ? 1932 ഡിസംബർ 15 പാലക്കാട്ടെ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് തിരുനെല്ലായി നാരായണ അയ്യർ ശേഷന്റെ ജനനം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഇന്റർമീഡിയറ്റ് പഠനത്തിന് ശേഷം മദ്രാസിൽ എഞ്ചിനീയറിംഗിന് ചേരാൻ ശ്രമിച്ചുവെങ്കിലും ശിവാജി ഗണേഷിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കാത്തതിനാൽ പ്രവേശനം കിട്ടിയില്ല. പിന്നീട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഊർജ്ജതന്ത്രത്തിൽ ബിരുദം നേടി. ജ്യേഷ്ഠൻ ലക്ഷ്മി നാരായണന്റെ പാത പിന്തുടർന്ന് സിവിൽ സർവീസിൽ ചേരാൻ തീരുമാനിച്ചു. 1955 2ാം റാങ്കോടെ IAS-ഉം 1967 ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദവും നേടി. തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകും മുൻപ് മധുര കളക്ടറായിരിക്കെ തമിഴ്നാട്ടിലെ കലാപത്തിന് നേർക്ക് വെടിവയ്പ്പിന് ഉത്തരവിട്ട ശേഷനെ ആരും മറക്കില്ല. ഒരു റൗണ്ട് വെടിക്ക് ഒരു ശവം എന്ന കർശന ഉത്തരവാണ് അന്ന് കലാപം ശാന്തമാക്കാൻ ഇടയാക്കിയത്. പിന്നീട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് ഡയറക്ടറായിരിക്കെ ബസ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ താങ്കൾക്ക് ബസ് ഓടിക്കാൻ അറിയുമോ എന്ന ഒരു ഡ്രൈവറുടെ ചോദ്യത്തെ ശേഷൻ നേരിട്ടത് ബസ് ഓടിക്കാനും മെക്കാനിസവും പഠിച്ച് നിരത്തിലൂടെ ബസ് ഓടിച്ച് കാണിച്ചുകൊണ്ടായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഉദാഹരണം. പഠനരംഗത്തും തുടർന്ന് ഉദ്യോഗസ്ഥനായി മാത്രമല്ല നല്ല ഒരു കലാകാരനായും കയ്യടി നേടിയിട്ടുണ്ട് ശേഷൻ. കർണാടക സംഗീതത്തിലും നൃത്തത്തിലും വയലിനുമൊക്കെ പരിജ്ഞാനമുണ്ടായിരുന്ന ശേഷന് ജ്യോതിഷത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. സായിബാബയുടെയും ഗുരുവായൂരപ്പന്റെയും ഭക്തനായി തികഞ്ഞ വിശ്വാസിയായിരിക്കുമ്പോഴും ഭഗവത്ഗീത മനഃപ്പാഠമാക്കിയ ആളായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷണറായപ്പോൾ ഓഫീസിലെ മുഴുവൻ മൂർത്തികളുടെയും ചിത്രങ്ങൾ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മതേതരമാകണമെന്ന് ശാഠ്യം പിടിച്ച വിശ്വാസിയായിരുന്നു ശേഷൻ. പുതിയ കാലത്ത് രാജ്യം തേടുന്നതും മറ്റൊരു ശേഷനെയാണ്. അധികാരവർഗത്തെ കൂസാത്ത, തന്റെ ശരികളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന, അതിനായി മാത്രം പ്രവർത്തിക്കുന്ന ശേഷനെ പോലൊരു കമ്മീഷണറെ.